പിന്നെ ഉം. മോഹൻലാൽ ലൈഫിലും ആൾ ഫേക്കല്ല. അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കത്തില്ല. എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് പറയും. പക്ഷേ ക്യാമറ മുമ്പ് വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാനങ്ങനെ പെരുമാറിയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റും. ഉദാഹരണം സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്. ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ ഞാൻ, ശ്രീരാമൻ, രാമു, അങ്ങനെ 3, 4 പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീരാൻ്റെ സുഹൃത്തുക്കൾ. പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല. ഉം. മോഹൻലാലിൻ്റെ കൂടെ പോവുക, ജീപ്പിൻ്റെ ബാക്കിൽ ഇരിക്കുക, ഫൈറ്റ് കിടക്കുക പറയാം. പക്ഷേ അതൊക്കെ ആ മംഗലശ്ശേരി നീലൻ്റെ സപ്പോർട്ടാണ്. അവിടെ കയറിയിട്ട് എന്തോന്ന് ഇത് വന്നിട്ട് 15 ദിവസം ഒരു ഡയലോഗും ഇല്ല ബാക്കി നടക്കുന്നത്. ആ നടക്കുന്നതും നിൽക്കുന്നതും അയാളുടെ ബാക്കി നിൽക്കുന്നതും ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം. ഇപ്പം അതുപോലെ തന്നെയാണ് തുടരും എന്നുള്ള സിനിമയിലെ കുഞ്ഞച്ചൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിൽ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അയാളെ ലാസ്റ്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ ഒരു നിപ്പുണ്ട് എല്ലാം തകർന്ന്. അത് മതി. അവിടെ കയറിയിട്ട് ഘോര ഘോര ഡയലോഗൊന്നും പറയണമെന്നില്ല. ഈ ചെറിയ സട്ടിൽ